ഞാൻ ഭക്ഷണം കഴിച്ച് അവിടെ ഇരിക്കുന്നതായിരുന്നു. പെട്ടെന്ന് ഒരു ബഹളം കേട്ടിട്ട് ഞാൻ പെട്ടെന്ന് പുറത്തിറങ്ങി നോക്കിയത്. എന്തായാലും നമ്മളെ വീടിൻ്റെ അപ്പുറത്ത് എല്ലാവരും ഓടിയും കൊണ്ട് വരുന്നുണ്ടു. അങ്ങനെ ഞാനും പെട്ടെന്ന് ഓടിയും കൊണ്ട് വന്നതാണ്. ഓടി വന്ന് നോക്കുമ്പോൾ ഇവിടെ പിറകിലായിട്ടായിരുന്നു കണ്ടത്. വർക്ക് ഏരിയയിൽ ഇവിടെ പ്രവീണ അവിടെ കത്തി ഇങ്ങനെ ദേഹം കത്തിയിട്ട് അവിടെ ഇരിക്കുന്ന രീതിയിലും ഈ പയ്യൻ അവിടെ കിടക്കുന്ന കുമ്പിട്ട് കിടക്കുന്ന രീതിയിലാണത്. പ്രവീണിന് നല്ല പരിക്കായി, നല്ല പൊള്ളലായിരുന്നു. അവൻ സംസാരിക്കണ്ടായിരുന്നു. ആ പയ്യനക്കറിയില്ല, അവിടെ കമന്ന് കിടക്കുന്ന രീതിയിലായിരുന്നു കണ്ടത്. പിന്നെ അപ്പോഴേക്കും എല്ലാവരും വന്നു. പിന്നെ അവിടെ ബന്ധപ്പെട്ടവരെല്ലാം പോലീസിനൊക്കെ വിളിച്ചു. പോലീസൊക്കെ വന്നായിരുന്നു. അപ്പോഴേക്കന്നെ വന്ന് പിന്നെ കൊണ്ടുപോയിട്ടുണ്ട് വരും. പ്രവീണയ്ക്ക് ഞാൻ കണ്ടെടുത്തോളം നല്ല പൊള്ളലാണ്. ഒന്നും ബോധമൊന്നുമില്ല. എവിടെയെങ്കിലും ചെറിയ ശ്വാസം പിടിപ്പ് പോലെ കണ്ടിട്ടുള്ളൂ പ്രവീണയുടെ അവസ്ഥ. നല്ല പൊള്ളലാണ്. മറ്റു പയ്യൻ സംസാരിക്കുന്നത് അവിടെ കവന്ന് കിടന്ന് മുഖം തിരിയില്ല, അവൻ കവന്ന് കിടന്ന് സംസാരിക്കുന്നത് എന്തൊക്കെയോ അങ്ങനെ കണ്ടതേ. അപ്പോഴേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഇവർ വരയ്ക്ക് വന്ന് വെള്ളമൊക്കെ ഒഴിച്ചായിരുന്നു. ഇവിടെ തൊഴിലുറപ്പിൻ്റെ കുറേ പെണ്ണുങ്ങളുണ്ടായിരുന്നു. അവരൊക്കെ ഓടി ഇവരുണ്ടായിരുന്നു. വീട്ടിൽ അന്നേരം ഞാനിവിടെ വരുമ്പോൾ ആൾക്കാർക്ക് കുറേ ഉണ്ടായിരുന്നു. ഇവരുണ്ടായിരുന്ന അവരെ പ്രവീണയുടെ ഭർത്താവിൻ്റെ അച്ഛനും പിന്നെ ഭർത്താവിൻ്റെ പെങ്ങളെ മോളും ഉണ്ടായിരുന്നു ഇവിടെ. അവൾ എന്താ സംസാരിക്കാൻ കേട്ടായിരുന്നു. പെങ്ങളെ മോള് കണ്ടെന്നാണ് പറഞ്ഞത്. അവൻ കയറിപ്പോകുന്ന കണ്ടെന്നാണ് പറഞ്ഞത്. ഫ്രണ്ട് വഴി കയറിപ്പോയി എന്നാണ് പറഞ്ഞത്. അവർ അകത്തോട്ട് വെള്ളം ചോദിച്ച് കയറിപ്പോയി എന്നാണ് കേട്ടോ പറഞ്ഞത്. ഇല്ല ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞപ്പോൾ ഇങ്ങനെ പേരൊക്കെ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞാലാണ്. എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല. ഞാൻ ഓട്ടോ ഡ്രൈവറാണ്. ഞാനിവിടെ സ്ഥിരം കയറി വണ്ടി ഓട്ടൊക്കെ പോകുന്ന സ്ഥിരമായിട്ട് ഇത് അധികം വരുന്നതാണ്. നമുക്ക് അതിനെപ്പറ്റി ഒരു അറിവില്ല. പെട്ടെന്ന് ഇപ്പോൾ സംഭവിച്ചാൽ നമ്മളിതിങ്ങനെ അറിയുന്നത്. ഇങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് 2:30 സമയമാകുമ്പോൾ അന്നേരം എന്നെ ആംബുലൻസിന് അവർ വിളിക്കുകയത്. നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്താന്നൊരു സംഭവം നടന്നു പറഞ്ഞിട്ട് അവർ ഇവിടുന്ന് ആരോ വിളിച്ചപ്പോൾ ഞാൻ ഓടി ഇങ്ങോട്ട് വരും. ഇവിടെ വരുമ്പോൾ കുറച്ച് പേരുണ്ട്, ഒരു 10-20 പേരുണ്ട് ഇവിടെ. അപ്പോൾ പിറകിൽ വശത്ത് ഈ പെൺകുട്ടി അവിടെ ചുമര് ചാരി ഇരുന്ന അവസ്ഥയല്ല, ചുരുണ്ട് ഇരുന്ന അവസ്ഥയല്ല ഉണ്ടായിരുന്നത്. മൊത്തം മുടിയെ കത്തിക്കരിഞ്ഞ് ശരീരത്തിൽ കുറച്ച് തുണി മാത്രമേ കരിയാതെ ഭാഗം ഉണ്ടായിട്ടുള്ളൂ. കുറച്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പയ്യൻ അവിടെ കടന്ന് അപ്പോൾ പോലീസുകാർ എത്തി. അവർ പയ്യനോട് എന്തോ ചോദിക്കുമ്പോൾ പയ്യൻ ചെറുതായിട്ട് എന്തൊക്കെ സംസാരിക്കുന്നുണ്ട്. അവന് ഒരു നല്ല പ്രതികരണം ഉണ്ടായിരുന്നു. പെൺകുട്ടി ഇങ്ങനെ തല ചെറുതായിട്ട് അനങ്ങുന്ന പോലെ ജീവനുണ്ട് എന്ന് തോന്നുന്നൊരവസ്ഥ മാത്രം ഉണ്ടായിരുന്നത്. അപ്പോൾ മനസ്സിലാക്കിയത് പിന്നെ അവനിതിലെ മുന്നോട്ടേ വന്ന് ഇവളുടെ ഭർത്താവിൻ്റെ അച്ചറത്തിരിക്കുന്നുണ്ടായിരുന്നു. വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവുക ചെയ്ത് പെട്ടെന്ന് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന അവളുടെ പെങ്ങളുടെ അജീഷിൻ്റെ പെങ്ങളുടെ മകള് ഒച്ച വെച്ചപ്പോൾ താഴെയുള്ള ബാലകൃഷ്ണേട്ടനും അതുപോലെ അവിടെ പണിയെടുക്കുന്ന ബാബുരാനും കൂടി വന്ന് തീക്കെടുത്താൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മൾ എത്തിയിരുന്നു. അപ്പോൾ നല്ല പിന്നെ അങ്ങനെയൊന്നും ഒന്നും അറിയില്ല. പിന്നെ അവർ പുറത്തു ഭാഗത്ത് നോക്കുമ്പോൾ ആ ഗ്രിൽസ് തുറക്കാതിരിക്കാൻ വേണ്ടി ഒരു കമ്പി കൊളുത്തി വെച്ച പോലെ തോന്നിയിരുന്നു. അപ്പോൾ പെൺകുട്ടി തുറന്ന് ഓടുന്നതായിട്ടാണോ എന്ന് അറിയില്ല. അപ്പോൾ പ്ലാൻഡായിട്ട് വന്ന പോലെയാണ് മനസ്സിലാക്കുന്നത്. കാരണം പെട്ടെന്ന് വന്ന ഉടനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പെട്ടെന്നാണ് സംഭവിച്ചിട്ടുള്ളത്. അവൻ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. ഇവർ ചോദ്യങ്ങൾക്കൊക്കെ പോലീസുകാരുടെ ചോദ്യങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അവൻ ഇവിടുന്ന് കൊണ്ടുപോകുന്ന സംസാരിച്ചുകൊണ്ട് കൊണ്ടുപോയി. ആംബുലൻസ് കയറ്റി കിടത്തുന്നവരാണ് സംസാരിക്കുന്നത്. അവനങ്ങനെ കൂടുതലില്ലാന്ന് തോന്നുന്നുള്ളൂ. എത്ര മണിക്ക്? 2:15 അറിയുന്നത് 2 മണി 2:20 സമയത്ത് നമ്മൾ